നമ്മളെല്ലാവരും മൈക്കിൾ ജോർഡാനെ പറ്റി കേട്ടാണ്. ബാസ്കറ്റ്ബോളിലെ ദൈവം എന്നറിയപ്പെടുന്ന മൈക്കിൾ ജോർഡാൻ. മൈക്കിൾ ജോർഡാൻ ഒരു കായിക താരം എന്നുള്ളതിന് ഉപരിയായിട്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിനോട് മോടിയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരുപാട് കഥകളിൽ ഒരു ചെറിയ കഥ പറയാം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരിക്കൽ $1 വിലയുള്ള ഒരു ടീഷർട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ ഇത് $2 വിൽക്കാമോ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു ചലഞ്ച് എന്നുള്ള പോലെ ആ ടീഷർട്ട് വാങ്ങിപ്പോയിട്ട് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയി $2 എന്ന് പറഞ്ഞ് ആ ടീഷർട്ട് $2 വിൽപ്പന നടത്തി അവിടുന്ന് വിജയകരമായി തിരിച്ചു വന്ന് അച്ഛന്റെ കയ്യിൽ ആ പൈസ ഏൽപ്പിച്ചു. അപ്പോൾ അച്ഛൻ മറ്റൊരു ടീഷർട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് $5 വില, നീ ഇത് $10 എടുക്കാൻ പറഞ്ഞു. ഒട്ടും മടിക്കാതെ മൈക്കിൾ ജോർഡൻ ആ ടീഷർട്ടുമായി പോയിട്ട് തന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ അടുത്ത് പോയി അവരോട് അതിലൊരു മിക്കി മൗസിനെ വരച്ചിടാൻ ആവശ്യപ്പെട്ടു. അമ്മ വളരെ സന്തോഷത്തോടെ മിക്കി മൗസിനെ വരച്ചു കൊടുത്തു. അങ്ങനെ മിക്കി മൗസുമായിട്ട് നമ്മുടെ കഥാനായകൻ അവിടെ ഏറ്റവും പണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മുമ്പിൽ പോയി ആ ടീഷർട്ട് വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതൊരു വലിയ വിലപിടിപ്പുള്ള കാറിൽ വന്നൊരു കുട്ടി ആ മിക്കി മൗസിനെ പണം കണ്ട് ആ ടീഷർട്ട് ആവശ്യപ്പെടുകയും ആ കാർ ഓടിച്ചിരുന്ന ആ കുട്ടിയുടെ പിതാവ് ടീഷർട്ട് വാങ്ങിച്ച് കൊടുക്കുകയും ഒപ്പം തന്നെ ചോദിച്ച വില കൊടുക്കുകയും ഇതും വാങ്ങിച്ച് വീട്ടിൽ വന്ന മൈക്കിൾ ജോർഡനോട് $50 ടീഷർട്ട് കൊടുത്തിട്ട് പിതാവ് പറഞ്ഞത്, നീ ഇത് $1000 വിൽക്കണമെന്നാണ്. അത് ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഉറപ്പോട് കൂടിയിട്ടാണ് പിതാവ് ആവശ്യപ്പെട്ടതെങ്കിലും ബുദ്ധിമാനായ ജോർഡാൻ ആ ടീഷർട്ടുമായിട്ട് പോയത് അന്ന് അവിടെ ആ നഗരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പോപ്പ് സിംഗറുടെ ബാൻഡ് നടക്കുന്നിടത്തേക്കാണ്. ആ ബാൻഡ് വാദ്യം കഴിഞ്ഞ് പുറത്തേക്ക് പോപ്പ് സിംഗർ വന്നപ്പോൾ എങ്ങനെയോ തിരക്കിനിടയിലൂടെ മൈക്കിൾ ജോർഡാൻ മുന്നിലെത്തി ആ ടീഷർട്ടിൽ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചെടുത്തു. അങ്ങനെ ആ പോപ്പ് സിംഗറുടെ ഓട്ടോഗ്രാഫുമായിട്ട് ഓടിയ മൈക്കിൾ ജോർഡൻ ആ പോപ്പ് സിംഗറുടെ ഫാനായിട്ടുള്ള ഏറ്റവും പണക്കാരനായുള്ള വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിക്ക് മുമ്പിൽ ആ ടീഷർട്ട് വീശിക്കൊണ്ട് $2000 എന്ന് വില പറഞ്ഞു. ആ ഓട്ടോഗ്രാഫ് കണ്ട ആ ഫാനായിട്ടുള്ള മനുഷ്യൻ $2000 കൊടുത്ത് ആ ടീഷർട്ട് വാങ്ങിച്ചു. അങ്ങനെ $2000 വാങ്ങി വീട്ടിലെത്തിയ ഈ മൈക്കിൾ ജോർഡാനാണ് ഒടുവിൽ ബാസ്കറ്റ്ബോളിലെ ദൈവം എന്ന പേരിൽ വലിയ കായിക താരമായിട്ട് ലോകം അംഗീകരിക്കപ്പെട്ട വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നും നൈക്കിയുടെ ഷോറൂമുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ മൈക്കിൾ ജോർഡാന്റെ ചിരിച്ചുകൊണ്ടുള്ള പടം നമുക്ക് കാണാൻ സാധിക്കും. സംരംഭകത്വം അങ്ങനെയാണ്. അതൊരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു വാസനയാണ്. ആ വാസനയെ പരിപോഷിപ്പിക്കപ്പെടുമ്പോഴാണ് അത് വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്.